നിങ്ങളുടെയൊക്കെ ഓഫീസിലെ ചുമരില് ഒരു ക്വാളിറ്റി പോളിസി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാറുപോലുമില്ല, അല്ലേ? പക്ഷേ ശരിക്കും എന്താണിത്? വെറുമൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണോ അത് തൂക്കിയിട്ടിരിക്കുന്നത്? നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഒരു ഓഡിറ്റ് വരുമ്പോൾ ഓഡിറ്ററെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കടലാസാണ് ഈ ക്വാളിറ്റി പോളിസിയൊക്കെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല. നമുക്ക് ആ ധാരണയൊന്ന് മാറ്റിമറിച്ചാലോ? അപ്പോ എന്താണ് ഈ ക്വാളിറ്റി പോളിസി? ഇതൊരിക്കലും വെറുമൊരു ഡോക്യുമെന്റ് അല്ല. അതിനെ അങ്ങനെ കാണരുത്. ഇതൊരു കമ്പനി അവരുടെ ഉപഭോക്താക്കൾക്കും സമൂഹത്തിനും എന്തിന് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നൊരു ഉറപ്പാണ്, ഒരു അടിസ്ഥാന വാഗ്ദാനം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇതാണ് സംഭവം. ഞങ്ങളുണ്ടാക്കുന്ന ഓരോ മരുന്നും അത് സേഫായിരിക്കും, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ളതായിരിക്കും, പിന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നിർമ്മിക്കുക എന്ന ഒരു കമ്പനി ഔദ്യോഗികമായി തരുന്ന ഉറപ്പാണ് ക്വാളിറ്റി പോളിസി. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ഒരു വാക്കാണ്. ഇതൊരു നല്ല ഉദാഹരണമാണ്. ഞങ്ങൾ സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും എല്ലാ നിയമപരമായ ആവശ്യകതകൾക്കും അനുസൃതവുമായ മരുന്നുകൾ നിർമ്മിക്കും. നോക്കൂ, എത്ര വ്യക്തവും ശക്തവുമാണ് ഈ വാക്കുകൾ. ഇതിലെ ഓരോ വാക്കിനും അതിന്റേതായ ഭാരമുണ്ട്. ഇനി ആരാണ് ഈ വാഗ്ദാനം തരുന്നത്? ആർക്കൊക്കെയാണിത് ബാധകം? നോക്കൂ, ഇത് തയ്യാറാക്കുന്നത് കമ്പനിയുടെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് മാനേജ്മെന്റാണ്. പക്ഷേ ഇത് പാലിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് സിഇഒ മുതൽ താഴെക്കിടയിലുള്ള ഓരോ ജീവനക്കാരനും ഒരുപോലെയാണ്. ഒരാൾക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ശരി, അപ്പോ കമ്പനി ഒരു ഉഗ്രൻ വാഗ്ദാനമൊക്കെ തന്നു, കൊള്ളാം. പക്ഷെ എങ്ങനെ ഈ വാഗ്ദാനം പാലിക്കും? അല്ലേ, വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ. അവിടെയാണ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മുടെ ഗുണമേന്മ ലക്ഷ്യങ്ങൾ വരുന്നത്. ഈ വാഗ്ദാനത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റോഡ് മാപ്പാണിത്. ഈ ഒരു താരതമ്യം നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. പോളിസി പറയുന്നു ഗുണമേന്മ വളരെ പ്രധാനമാണെന്ന്, അതായത് നമ്മൾ എവിടെ എത്തണമെന്ന് പറയുന്നു. എന്നാൽ ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് എന്താ പറയുന്നത്? ആ ഗുണമേന്മയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്ന്. ഒന്ന് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ മറ്റേത് അങ്ങോട്ടുള്ള ഗൂഗിൾ മാപ്പാണ്. അതായത് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ വലിയ വാഗ്ദാനങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്ന ഒരു പ്ലാനാണ്. ഈ ഒബ്ജക്റ്റീവ്സ് ഇല്ലെങ്കിൽ ആ പോളിസിയുണ്ടല്ലോ, അത് വെറും ഭംഗിയുള്ള വാക്കുകളായി ആ ചുമരിൽ തന്നെ ഇരിക്കും. ഇപ്പോ ഒരു ലക്ഷ്യം എങ്ങനെ ആകരുത് എന്നതിന് ഒരു ഉദാഹരണം നോക്കാം. ഞങ്ങൾ നല്ല നിലവാരം പുലർത്തും. ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇതൊരു നല്ല ഒബ്ജക്റ്റീവ് അല്ല. എന്താ കാരണം? എന്താണ് ഈ നല്ല നിലവാരം? അതെങ്ങനെ നമ്മൾ അളക്കും? ഇതിനൊന്നും ഒരു വ്യക്തതയുമില്ല. എന്നാൽ ഒരു മികച്ച ലക്ഷ്യം എങ്ങനെയായിരിക്കും? ഇങ്ങനെ: ഈ വർഷം ഞങ്ങൾ ആവർത്തിക്കുന്ന ഡീവിയേഷനുകൾ 20% കുറയ്ക്കും. കണ്ടോ വ്യത്യാസം? ഇത് വളരെ കൃത്യമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാണ്, എത്രത്തോളം ചെയ്യണമെന്ന് അളക്കാൻ പറ്റും, എപ്പോൾ ചെയ്യണമെന്നും ഏകദേശം ധാരണയുണ്ട്. ഇതാണ് ഒരു പവർഫുൾ ഒബ്ജക്റ്റീവ്. ആ 20% അതാണ് ഇവിടുത്തെ താരം. കാരണം ഒരു ലക്ഷ്യം എപ്പോഴും അളക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. ഓർക്കുക, നമുക്ക് അളക്കാൻ കഴിയാത്ത ഒന്നിനെയും മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഒരു നല്ല ക്വാളിറ്റി ഒബ്ജക്റ്റീവിന്റെ 3 പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമുക്ക് ചുരുക്കി പറയാം. 1, അത് വ്യക്തമായിരിക്കണം, എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറയണം. 2, അത് അളക്കാൻ കഴിയുന്നതായിരിക്കണം. 3, അതിനൊരു സമയപരിധി വേണം. ഈ 3 കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് അതൊരു യഥാർത്ഥ ലക്ഷ്യമായി മാറുന്നത്. ഓക്കെ, നമ്മളിപ്പോ പോളിസിയെപ്പറ്റി സംസാരിച്ചു, ഒബ്ജക്റ്റീവ്സിനെപ്പറ്റി സംസാരിച്ചു. ഇതൊക്കെ വലിയ കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ദിവസേനയുള്ള ജോലിയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കാരണം ശരിക്കുമുള്ള ക്വാളിറ്റി കടലാസിലല്ലല്ലോ, നമ്മുടെ പ്രവൃത്തിയിലല്ലേ കാണേണ്ടത്. കമ്പനി തന്ന ആ വാഗ്ദാനം എങ്ങനെയാണ് ഓരോ ദിവസവും സത്യമായി മാറുന്നത് എന്നറിയാമോ? നിങ്ങൾ ഓരോ തവണയും SOPകൾ ഒരു മാറ്റവും വരുത്താതെ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ, ഒരു ചെറിയ തെറ്റു പറ്റിയാൽ പോലും അത് മറച്ചുവെക്കാതെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പിന്നെ പണി എളുപ്പമാക്കാനുള്ള കുറുക്കുവഴികൾ ഒഴിവാക്കുമ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾ ആ വലിയ വാഗ്ദാനത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓഡിറ്റിന്റെ കാര്യം ഒന്നുകൂടി നോക്കാം. ഒരു ഓഡിറ്റർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ വരുമ്പോൾ, അവർ ശരിക്കും എന്തായിരിക്കും അന്വേഷിക്കുന്നത്? ആ ഫ്രെയിം ചെയ്ത പോളിസി ഡോക്യുമെന്റ് ആണോ? ഒരിക്കലുമല്ല. അവർ നോക്കുന്നത് ആ കമ്പനിയിലൊരു ക്വാളിറ്റി പോളിസി ഉണ്ടോ എന്നതിനേക്കാൾ അവിടുത്തെ ഓരോ ജീവനക്കാരനും അത് മനസ്സിലായിട്ടുണ്ടോ, അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുണ്ടോ എന്നാണ്.
ആ പോളിസി വെറും ചുമരിലെ ഒരു വാക്കല്ല, മറിച്ച് ആ കമ്പനിയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ഈ വലിയ ക്വാളിറ്റി സിസ്റ്റത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരൊറ്റ ആശയത്തിലേക്ക് ചുരുക്കാം. ക്വാളിറ്റി പോളിസി എന്ന് പറയുന്നത് കമ്പനിയുടെ വാഗ്ദാനമാണ്. ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതോ അത് ആ വാഗ്ദാനം നിറവേറ്റാനുള്ള കൃത്യമായ പ്രവർത്തന പദ്ധതിയും. ഒന്ന് വാക്ക്, മറ്റേത് ആ വാക്ക് പാലിക്കാനുള്ള വഴി. അതുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിന ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി നൽകിയ ആ വലിയ വാഗ്ദാനം നിറവേറ്റുന്നത്? കാരണം ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവസാനം നിങ്ങളാണ്.